ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അടുത്ത കൺസെപ്റ്റ് അക്യുമുലേഷൻ പോയിൻ്റ് ആണ്. അക്യുമുലേഷൻ പോയിൻ്റ് അല്ലെങ്കിൽ ലിമിറ്റ് പോയിൻ്റ്. അക്യുമുലേഷൻ പോയിൻ്റ് നമ്മൾ മെട്രിക് സ്പേസിൽ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ റിയൽ അനാലിസിസിൽ നിങ്ങൾ അക്യുമുലേഷൻ പോയിൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു മെട്രിക് സ്പേസിൻ്റെ എക്സിൻ്റെ ഒരു സബ്സെറ്റ് എ ഉണ്ട്. എക്സിന്ന് ഒരു വൈ എടുക്കുന്നു. അത് എയിൻ്റെ അക്യുമുലേഷൻ പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് എപ്സിലോൺ തന്നാലും ദർ എക്സിസ്റ്റ് ആൻഡ് എക്സ് ബിലോങ്സ് ടു എ എക്സ് നോട്ട് ഈക്വൽ ടു വൈ സച്ച് ദാറ്റ് ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ. ഇതെന്താണെന്ന് നോക്കാം. ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ സെൻറ്ററായിട്ട് വൈ ബിലോങ്സ് ടു ബി എക്സ് എപ്സിലോൺ എന്നല്ലേ അതിൻ്റെ മീനിങ്. അതായത് ഇവിടെ വൈ സെൻറ്ററായിട്ട് എപ്സിലോൺ റേഡിയസിലുള്ള ഓപ്പൺ ബോളിനകത്ത് എക്സ് ഉണ്ട് എന്നാണ് ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. വൈ സെൻറ്ററായിട്ട് എപ്സിലോൺ റേഡിയസിനകത്തുള്ള ഒരു ഓപ്പൺ ബോളിനകത്ത് എക്സ് ഉണ്ടാകുമ്പോഴാണ് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം എപ്സിലോൺ അല്ലേ പോകുള്ളൂ. അതാണ് ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈ എൻ്റെ അക്യുമുലേഷൻ പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇത് എക്സ് ആണ്, ഇവിടെ എ ഉണ്ട്, വൈ ചിലപ്പോൾ ഇതിൻ്റെ അകത്താവാം, ഇതിൻ്റെ ബോർഡറിലാവാം, പുറത്താവാം. വൈ അക്യുമുലേഷൻ പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ വൈ സെൻറ്ററായിട്ട് ഏത് എപ്സിലോൺ എടുത്താലും വൈ സെൻറ്ററായിട്ട് എപ്സിലോൺ റേഡിയസിനുള്ള ബോളിൻ്റെ അകത്ത് എയിൽ വൈ അല്ലാതെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടാവണം. അതല്ലേ അതിൻ്റെ മീനിങ്. അതായത് ഇവിടെ പറയുന്നത് എന്താ? ഏത് എപ്സിലോൺ എടുത്താലും ദർ എക്സിസ്റ്റ് ആൻ എക്സ്, വൈ അല്ലാതെ എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ വൈ അല്ലാതെ ഒരു എക്സ് എവിടുന്ന് എയിലുള്ള ഒരു എക്സ് ഉണ്ടാവണം. എങ്ങനെ? ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട്. അതായത് ഈ വൈന്ന് എക്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട്. അതിന് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം? വൈ സെൻറ്ററായിട്ട് എപ്സിലോൺ റേഡിയസിനകത്തുള്ള ബോളിൽ വൈ അല്ലാതെ എയിലെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മളിപ്പോൾ എങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം വൈ എന്ന് പറയുന്നത് ഒരു അക്യുമുലേഷൻ പോയിൻ്റ് ഓഫ് എ ആവണം എന്നുണ്ടെങ്കിൽ ഏത് എപ്സിലോൺ എടുത്താലും ആ വൈ സെൻറ്ററായിട്ട് എപ്സിലോൺ ബോളിനകത്ത് എയിൽ വൈ അല്ലാതെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടാവണം. അത് ഏത് ബോൾ എടുത്താലും വേണം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെറുതാക്കി ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അക്യുമുലേഷൻ പോയിൻറ്റ്സ് ഈ ബോർഡറിൻ്റെ അടുത്തല്ലേ, ബോർഡറിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തോ അല്ലേ വരുള്ളൂ. ഇവിടെയാണെങ്കിൽ നമുക്ക് ഏത് ബോൾ എടുത്താലും അത് എല്ലാ സമയത്തും അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ഐഡിയ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. എന്തായാലും എ ക്ലോഷർ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ബോർഡറിൻ്റെ അവിടെയുള്ളൂ വരുള്ളൂ, അതിൻ്റെ പുറത്തേക്ക് പോകില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വൈ എന്ന് പറയുന്നത് എൻ്റെ അക്യുമുലേഷൻ പോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് എപ്സിലോൺ എടുത്താലും ആ എപ്സിലോൺ ബോളിനകത്ത് വൈ സെൻറ്ററായിട്ടുള്ള എപ്സിലോൺ ബോളിനകത്ത് വൈ അല്ലാതെ എയിലെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടാവണം. ഇതിൽ വൈ എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആകാം, പുറത്തുള്ള എലമെൻ്റ് ആകാം. എങ്ങനെയായാലും വൈ അല്ലാതെ എയിലെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും അതിലുണ്ടാവണം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു ഓപ്പൺ സെറ്റ് വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എപ്സിലോൺ ബോൾ കിട്ടി, സച്ച് ദാറ്റ് ആ എപ്സിലോൺ ബോളിൽ എയിൽ ഒരു എലമെൻറ്റും ഇല്ല, വൈ അല്ലാതെ എയിൽ ഒരു എലമെൻറ്റും ഇല്ല എന്നാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് പറയാം ആ വൈക്ക് അക്യുമുലേഷൻ പോയിൻ്റ് അല്ല. അപ്പോൾ ഇനി അതാണ് മെട്രിക്കിലെ ഡെഫിനിഷൻ. ഇനി ആ മെട്രിക്ക് മാറ്റിയിട്ട് നമ്മൾ ഓപ്പൺ സെറ്റ് കൊണ്ടുവരുന്നു. അപ്പോൾ ഓപ്പൺ സെറ്റ് കൊണ്ടുവരുമ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ബോൾ വെച്ചിട്ടാണ്, എപ്സിലോൺ ബോൾ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എപ്സിലോൺ ബോളിൽ നമുക്കറിയാം ഏത് ഓപ്പൺ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്തൊരു എപ്സിലോൺ ബോൾ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ സെറ്റ് ഉപയോഗിച്ചിട്ട് ഡിഫൈൻ ചെയ്യാം. നമുക്ക് എന്ത് പറയാം? വൈ ഈസ് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവ്രി എപ്സിലോൺ എന്നുള്ളത് മാറിയിട്ട് ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും എങ്ങനെയുള്ള വൈനെ കണ്ടെയ്നിങ് വൈ അതെന്താവണം? കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ എലമെൻറ്റ് ഓഫ് എ അതർ ദാൻ വൈ.
വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ വൈ അല്ലാതെ എയിലെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റെങ്കിലും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും വൈ ഈസ് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് എ എന്ന്. അപ്പം നമുക്കിനി ഡെഫിനിഷൻ പറയാം. ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ടോപ്പോളജിക്കൽ സ്പേസ്. ഒരു വൈ ബിലോങ്സ് ടു എക്സ് എടുത്തു. വൈ ചിലപ്പോൾ എയിലാവാം, എയിലല്ലാതിരിക്കാം. ദെൻ വൈ ഈസ് സെഡ് ടു ബി ആൻ അക്യുമുലേഷൻ പോയിൻ്റ് ഓഫ് എ ഇഫ് every open set containing y contains at least one point of a other than y. വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ സെറ്റും അതിലെന്തുണ്ടാവണം? വൈ അല്ലാതെ എയിൽ അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റെങ്കിലും ഉണ്ടാവണം. ക്ലിയർ ആണോ? നമുക്ക് ഡെഫിനിഷൻസ് നോക്കാം, എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ഏറ്റവും ചെറിയ ടോപ്പോളജിക്കൽ സ്പേസ് എടുക്കുക, ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ്, എക്സ് വിത്ത് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസ്. എക്സ് വിത്ത് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിക്കൽ സ്പേസിൽ ഞാൻ ഏതെങ്കിലും ഒരു സബ്സെറ്റ് എടുക്കുന്നു. ഈ എക്സ് ഇനി കുറച്ചുകൂടി നമുക്ക് പറയാൻ എളുപ്പത്തിന് ഞാൻ ആർ വിത്ത് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി എടുക്കുന്നു, എക്സ് ആറായിട്ട് എടുക്കുന്നു. എന്നിട്ട് ഞാൻ അതിൽ ക്യൂ എടുക്കുന്നു, സെറ്റ് ഓഫ് റാഷണൽസ്. ക്യൂ സബ്സെറ്റ് ഓഫ് ആറാണ്, അതായത് നമ്മുടെ എ ഇപ്പം ക്യൂ ആണ്. ഇനി ഞാൻ നോക്കുന്നത് ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ്. ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മൊത്തം ആറാണുള്ളത്. അപ്പോൾ ആറിലുള്ള എലമെൻറ്റ്സിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആവുമെന്നാണ് നോക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു റാഷണൽ നമ്പർ എടുക്കുന്നു. റാഷണൽ നമ്പർ ഒരു സേ 2 എടുക്കുന്നു. 2 എടുത്തിട്ട് ഈ 2 ലിമിറ്റ് പോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ലിമിറ്റ് പോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2വിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും, എല്ലാ ഓപ്പൺ സെറ്റിലും 2വിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയാണ്. ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ ഓപ്പൺ സെറ്റ്സ് എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം 5ഉം 6ഉം മാത്രമേ ഉള്ളൂ അവിടുത്തെ ഓപ്പൺ സെറ്റ്. സാധാരണ ഇതിലാണ് 5ഉം എക്സും, ഇവിടെ 5ഉം 6ഉം. അപ്പോൾ 2വിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ 6ആണ്. 2വിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിൽ 6ആണെങ്കിൽ ഇത് മൊത്തം ഉണ്ട്. അപ്പോൾ അതിൽ ക്യൂമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അക്യുമുലേഷൻ പോയിൻ്റ് എന്ന് പറയുമ്പോൾ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ അറ്റ്ലീസ്റ്റ് 1 പോയിൻ്റ് ഓഫ് എ അതർ ദാൻ വൈ ഉണ്ടാവണമെന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? എവ്രി ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് വൈ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ടാവണം. ആ ഇൻ്റർസെക്ഷനിൽ വൈ അല്ലാതെ ഒരു എലമെൻ്റ് ഉണ്ടാവണം. അപ്പം വൈ അതിൻ്റെ പുറത്താണെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഈ ഓപ്പൺ സെറ്റിനെ ക്യൂവുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഫുള്ളുണ്ട്, ഇതൊക്കെ ഇവിടെയുള്ള എല്ലാ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ ക്യൂ തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? 2 ഈസ് എ ലിമിറ്റ് പോയിൻ്റ്. ഇനി അത് ജനറലൈസ് ചെയ്ത് തരാം. 5ഉം എക്സും ആണെന്ന് വിചാരിക്കുക. 5ഉം എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് ആണെങ്കിൽ 5ഉം എക്സും ആണ് അവിടെ ഓപ്പൺ സെറ്റ്. അവിടെ നമ്മൾ ഏത് പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ആ പോയിൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഓപ്പൺ സെറ്റ് മാത്രമേ ഉള്ളൂ. അത് ഫുൾ സെറ്റ് എക്സ് ആണ്. ആ എക്സിന് എന്തായാലും നമ്മൾ ഏത് സെറ്റ് എ എടുത്തിട്ടുണ്ടെങ്കിലും എയുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ടാവും. കാരണം എന്താ? എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതിനും എക്സുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ടാവും. അപ്പോൾ എയിൽ അറ്റ്ലീസ്റ്റ് 2 പോയിൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം അല്ല, അതൊന്നും വിചാരിക്കണ്ട. എ എന്തോ ആവട്ടെ, എന്തോ ആയാൽ പറ്റില്ല. എയിൽ അറ്റ്ലീസ്റ്റ് വൈ അല്ലാതെ, അതായത് ഇപ്പം നമ്മൾ വൈ ആണ് ലിമിറ്റ് പോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതെങ്കിൽ എയിൽ വൈ അല്ലാതെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റെങ്കിലും വേണം. അങ്ങനെയുള്ള ഒരു എ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്ക് എക്സിലുള്ള ആ എക്ക് വൈ ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കൂലേ? നോക്കി വൈ ബിലോങ്സ് ടു എക്സ്. എയിലാണെങ്കിൽ വൈ ഉണ്ടാവാതിരിക്കാം, അത് കുഴപ്പമില്ല. എയിൽ വൈ അല്ലാതെ ഒരു സെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് എക്സുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ടാവുമല്ലോ, ഇൻ്റർസെക്ഷൻ സെറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വൈ ഈസ് എ ലിമിറ്റ് പോയിൻ്റ് എന്ന് പറയാം. അപ്പം നമുക്കെന്ത് പറയാം? ഇൻഡിസ്ക്രീറ്റ് സ്പേസിൽ എ പോയിൻ്റ് വൈ ഈസ് ആൻ അക്യുമുലേഷൻ പോയിൻ്റ് ഓഫ് എനി സെറ്റ് എ
പ്രൊവൈഡഡ് ഓൺലി ദാറ്റ് എ കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 point ബിസൈഡ്സ് വി. വൈ അല്ലാതെ അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റെങ്കിലും എയിലുണ്ടെങ്കിൽ വൈ എയിൻ്റെ അക്യുമുലേഷൻ പോയിൻ്റ് ആയിരിക്കും. ഇനി ഡിസ്ക്രീറ്റ് സ്പേസ് എടുക്കാം. ഡിസ്ക്രീറ്റ് സ്പേസ് എടുക്കുന്ന സമയത്ത് അവിടെ ഓപ്പൺ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റുകളും ഓപ്പണാണ്. എല്ലാ സെറ്റുകളും ഓപ്പൺ ആണെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ്സും ഓപ്പൺ ആണ്. അപ്പോൾ ഒരു വൈ എടുക്കുന്നു, വൈ ബിലോങ്സ് ടു എക്സ് എടുക്കുന്നു, ഇവിടെ എല്ലാ സെറ്റുകളും ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഏത് വൈ എടുത്തിട്ടുണ്ടെങ്കിലും അക്യുമുലേഷൻ പോയിൻ്റ് ആയിരിക്കില്ല എന്നാണ്. അപ്പോൾ അക്യുമുലേഷൻ പോയിൻ്റ് ആയിരിക്കില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പൺ സെറ്റെങ്കിലും കിട്ടണം, സച്ച് ദാറ്റ് വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആയിരിക്കണം. അതിൽ വൈ മാത്രമേ ഉണ്ടാകാവൂ. വൈ മാത്രമല്ല, വൈ അല്ലാതെ എയിൽ ഒരു എലമെൻറ്റും ഉണ്ടാവരുത്. ഇവിടെ സുഖമായിട്ട് കിട്ടും. എന്താണ്, എല്ലാ സെറ്റും ഓപ്പൺ ആയതുകൊണ്ട് സിംഗിൾട്ടൺ സെറ്റുകളും ഓപ്പൺ ആണ്. അപ്പോൾ സെറ്റ് വൈ അവിടെ ഓപ്പൺ ആണ്. സെറ്റ് വൈ അവിടെ ഓപ്പൺ ആണ്, വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റാണ്. അതിൽ വൈ അല്ലാതെ എയിലെ ഒരു എലമെൻറ്റും ഇല്ല എന്നുള്ളത് ട്രിവിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വൈ ലിമിറ്റ് പോയിൻ്റ് അല്ല. അപ്പോൾ ഡിസ്ക്രീറ്റ് സ്പേസിൽ ഒരു പോയിൻ്റ് അക്യുമുലേഷൻ പോയിൻ്റ് ഓഫ് എനി സെറ്റ് ആവില്ല. ഏത് സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു പോയിൻറ്റും അക്യുമുലേഷൻ പോയിൻ്റ് ആയിട്ടുണ്ടാവില്ല. അതിൻ്റെ അക്യുമുലേഷൻ പോയിൻ്റ് എം ടി ആയിരിക്കും. ഇനി അടുത്തത് റിയൽ ലൈനിൽ യൂഷ്വൽ ടോപ്പോളജി, ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജി. യൂഷ്വൽ ടോപ്പോളജിയിൽ ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ്, ക്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റാഷണൽസ്. സെറ്റ് ഓഫ് റാഷണൽസിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എടുക്കുമ്പം ഇത് നമ്മൾ 6, അവിടെ ഞാനൊരു റാഷണൽ നമ്പർ 6 എടുക്കുന്നു. ഇവിടെ ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജിയിൽ ഓപ്പൺ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ 6നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഞാനിങ്ങനെ എടുത്തു. നമുക്കറിയാം ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽസും ഇറാഷണൽസും ഉണ്ടാകും. അപ്പോൾ ഈ ഓപ്പൺ സെറ്റിൽ 6 അല്ലാതെ ഇതിലത്തെ എയിലുള്ള അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റ്, ഒരു റാഷണലെങ്കിലും ഉണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ടാവും, ഇൻഫിനിറ്റ്ലി മെനി ഉണ്ടാവും. അതുകൊണ്ട് ആറ് എന്താണ്, 6 ലിമിറ്റ് പോയിൻ്റാണ്. ഇനി ഞാൻ ഒരു ഇറാഷണൽ നമ്പർ ഐ എടുക്കുന്നു. ഐ എടുത്തിട്ട് അത് ലിമിറ്റ് പോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഐനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലും എന്തുണ്ട്, ഇൻഫിനിറ്റ്ലി മെനി റാഷണൽസും ഉണ്ട്, ഇൻഫിനിറ്റ്ലി മെനി ഇറാഷണൽസും ഉണ്ട്. അപ്പോൾ അതിന് ഈ ക്യൂവുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഐയും ലിമിറ്റ് പോയിൻ്റാണ്. അപ്പം ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സുകളുടെ കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം 6 വരും. എല്ലാ റിയൽ നമ്പേഴ്സും, എവരി റിയൽ നമ്പർ ഈസ് ആൻ അക്യുമുലേഷൻ പോയിൻ്റ് ഓഫ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഇതുപോലെ തന്നെയാണ് സെറ്റ് ഓഫ് ഇറാഷണൽസും, സെയിം ആർഗ്യുമെൻറ്റ്. ഹോൾ സെറ്റ് 6 അക്യുമുലേഷൻ പോയിൻ്റ് ആയിരിക്കും. ഇനി അടുത്ത് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 0, -1 ഇങ്ങനെ പോകും. ഈ സെറ്റിൻ്റെ അക്യുമുലേഷൻ പോയിൻ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ 2 അക്യുമുലേഷൻ പോയിൻ്റ് ആണോ നോക്കുക. അതായത് മൊത്തം സെറ്റ് 6 ആണ്, 6 വിത്ത് യൂഷ്വലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ 6ലുള്ള എലമെൻറ്റ്സ് ആണ് അക്യുമുലേഷൻ പോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇൻഡിജേഴ്സ് ആദ്യം അക്യുമുലേഷൻ പോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പം 2 അക്യുമുലേഷൻ പോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി 2 ഉള്ളതെടുത്തു. എന്നിട്ട് ഇവിടെ ഓപ്പൺ ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞപ്പം ഇതിന് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സാണ് നമ്മുടെ എ. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സുമായിട്ട് ഇൻ്റർസെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. 2 അല്ലാതെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും സെറ്റിൽ കിട്ടണം. പക്ഷേ 1 ഇവിടെ, 3 ഇവിടെ, ഇതിലൊന്നുമില്ല. അപ്പോൾ 2 ഈസ് നോട്ട് ആൻ അക്യുമുലേഷൻ പോയിൻ്റ്. ഇനി അപ്പോൾ ഇതുപോലെ എല്ലാ 1 എടുത്താൽ അതിന് ഇങ്ങനെ പറയാം. സോ 1 ഈസ് നോട്ട് ആൻ അക്യുമുലേഷൻ പോയിൻ്റ്. 3 എടുത്താൽ 3 ഈസ് നോട്ട് ആൻ അക്യുമുലേഷൻ പോയിൻ്റ്. അപ്പോൾ ഒറ്റ ഇൻഡിജേഴ്സും അക്യുമുലേഷൻ പോയിൻ്റ് അല്ല. ഇനി ഞാനൊരു ഇൻഡിജർ അല്ലാത്ത ഒരു റിയൽ നമ്പർ 6 എടുത്തു എന്ന് വിചാരിക്കുക. 6 എടുത്താൽ എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവെല്ല് കണ്ടെത്താൻ പറ്റും. ഈ ഇൻ്റർവെല്ലിൽ 6 അല്ലാതെ സെഡിലെ ഒരു എലമെൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പോയിൻറ്റും ലിമിറ്റ് പോയിൻ്റ് അല്ല. അതായത് ഇവിടെ ഒരു ലിമിറ്റ് പോയിൻറ്റും ഇല്ല. ദി സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ഹാസ് നോ പോയിൻ്റ് ഓഫ് അക്യുമുലേഷൻ. ഒരു പോയിൻ്റ് ഓഫ് അക്യുമുലേഷനോ ഇല്ല. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ, എക്സിൻ്റെ ഒരു സബ്സെറ്റ് എ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയിൻ്റെ എല്ലാ അക്യുമുലേഷൻ പോയിൻറ്റ്സുകളുടെയും കളക്ഷനെ നമ്മൾ ഡിറൈവ്ഡ് സെറ്റ് എന്ന് പറയും. ഡിറൈവ്ഡ് സെറ്റ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് A' എന്നാണ്.
ഈ എ ഡാഷ് എനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, ആ ടോപ്പോളജി ഏതാണ് അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആർ വിത്ത് യൂഷ്വൽ ടോപ്പോളജിയിൽ ക്യൂവിൻ്റെ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് സെറ്റ് ഓഫ് ക്യൂ, അതായത് ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സുകളുടെ കളക്ഷൻ ആർന്ന് കിട്ടി. ഇനി ഞാൻ ആർ വിത്ത് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി എടുത്തു. ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ ക്യൂവിൻ്റെ ഡാഷ് എന്തായിരിക്കും? ക്യൂ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്യൂവിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സുകൾ ഫുൾ ആറാണ്, അതും സെയിമാണ്. ഇനി ആർ വിത്ത് ഡിസ്ക്രീറ്റ് ടോപ്പോളജി എടുത്തു. ആർ വിത്ത് ഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ ക്യൂവിൻ്റെ ഡാഷ് എന്താ? എം ടി ആണ്. അപ്പോൾ ഇവിടെ ടോപ്പോളജി മാറുന്നതിനനുസരിച്ച് ഈ ഡിറൈവ്ഡ് സെറ്റ് മാറുന്നുണ്ട്. അപ്പോൾ ഡിറൈവ്ഡ് സെറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും, ടോപ്പോളജിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഏത് സെറ്റിൻ്റെയും ഡിറൈവ്ഡ് സെറ്റ് എന്താണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. ഓക്കെ.